ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നത്തെയും പോലെ ഞാൻ അതാ കുക്കറിൻ്റെ ഉള്ളിലെ ഇറച്ചിമെന്നാണ് കേട്ടോ ഇന്ന് തുടങ്ങണത്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കുറുമ പറയുകയാണെങ്കിൽ കുറുമ. നമുക്ക് നാവിന് വളയുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ലാതെ നമ്മൾ വല്ലാണ്ടങ്ങ് ആക്കാൻ പോയാലേ ഒന്നും അല്ലാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഞാൻ ഇറച്ചൊക്കെ മുറിച്ച് കഴുകി കുക്കറിലിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കിളമ്പിക്കുക. ചടുപ്പത്താണ്ട് വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നെ ഇത് അടുപ്പത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചപ്പോൾ 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പക്ഷെ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിയിട്ടായിരുന്നു, കുറച്ച് ഇങ്ങോട്ട് എടുത്തിനു. അങ്ങനെ ഒരു തേങ്ങാപ്പാൽ വേണം. അതുകൊണ്ട് തേങ്ങ എടുത്തിട്ട് അങ്ങനെ ചെറിയുള്ളി, വെല്ലുള്ളി, കരിവേപ്പില, പച്ചമുളക്, ക്യാരറ്റ്, പട്ട, ഗ്രാമ്പു, ഉരുളക്കിഴങ്ങ്, തേങ്ങാപ്പാൽ അത് 1-ാം പാൽ, ഇത് 2-ാം പാൽ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഇത്രയാണ് ഇതിനാവശ്യമായ സാധനം കേട്ടോ. അങ്ങനെ പിന്നെ അതിലെടുത്ത് വെച്ചതാ എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏല ഇട്ടെടുത്ത് പിന്നെ വെല്ലുള്ളി ഇട്ടെടുത്ത് വല്ലാതെ അങ്ങ് വാടിക്കൊയ്യൊന്നും വേണ്ട. ഉള്ളിയും ഇതൊന്നും വല്ലാതെ അങ്ങ് വാടിക്കൊയ്യാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഉള്ളി കുറച്ചങ്ങ് വാടുമ്പത്തിന് ചെറുങ്ങനെ വല്ലാതെ അങ്ങ് വാടണ്ട, ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമല്ലേ നല്ലോണം ഒന്ന് വാടണമൊന്നുമില്ല. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്ത് അതൊന്ന് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സാധനത്തിനൊക്കത്തിന് പച്ചച്ചോയ കിട്ടുക വേണ്ടത്. നമ്മൾ വല്ലാണ്ട് പച്ചച്ചോയ എണ്ണയിലിട്ട് വാട്ടിക്കളയരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇറച്ചിയിൽ ഇട്ടിനല്ലോ, വേവാനിട്ടിനല്ലോ. പിന്നെ കരിവേപ്പില ഒന്നും വല്ലാതെ എണ്ണയിൽ കടന്നിട്ട് മുരിഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ള സാധനത്തിനൊക്കെ അതിൻ്റെ ആ പച്ചച്ചോയ മാറോളം ഇളക്കണമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനെല്ലാത്തിനും ഒരു പച്ചച്ചോയ കിട്ടുക വേണ്ടത്. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് കേട്ടോ. അത് ഇട്ടുകൊടുത്ത് പച്ചമുളക് ഇട്ടുകൊടുത്ത് അതും 1 മിനിറ്റ് ഒന്ന് ഇതാക്കി പിന്നെ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, 1-ൻ്റെ പകുതി ആയിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിന്. പിന്നെ ഒരു ക്യാരറ്റ് ഇതും ഇട്ട് കൊടുത്തിട്ട് ഇതും തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും എണ്ണയിൽ ഇതാവണമെന്നൊന്നുമില്ല. പിന്നെ വേവിച്ച് ചരച്ചിട്ടോ. അതും അതിക്ക് കൊട്ടി കൊടുത്തിട്ട് അതും ഒന്ന് അതിക്കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീഡിയോ ഒക്കെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായതൊക്കെ വടിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് വീഡിയോ ഇതായിപ്പോൾ അത് ഇതൊക്കെ വാങ്ങിക്കണം മക്കളെ. റിംഗ് ലൈറ്റും സ്റ്റിക്ക് ട്രിപ്പോഡ് അതൊക്കെ വാങ്ങിനി. പക്ഷെ അതിലെടുക്കുന്ന സമയത്ത് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ 1-ാം പാലിൽ കടന്നിട്ട് ഇനി ബാക്കി ബീഫ് വേകാനുള്ളതും പിന്നെ ക്യാരറ്റും പിന്നെ ഉരുളങ്കിഴങ്ങും ഇഞ്ചി ഇതെല്ലാം കൂടിയും. പിന്നെ ഈ മല്ലിച്ചപ്പ ഞാൻ ഇട്ടെടുത്ത്. ഇത് ഭയങ്കര ഒരു സംഭവം മക്കളെ. ഇത് നമ്മളിവിടെ എല്ലാവർക്കും അറിയും, പുറത്തുള്ളവർക്ക് അങ്ങനെ അതിനെ പറ്റിയിട്ട് അറിയും എല്ലാവർക്കും. പിന്നെ ഞാൻ അതേ കുക്കറിലേക്ക് കഴുകാനൊന്നും നിന്നിട്ടില്ല, ഉള്ളിൽ കഴുകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ ബീഫ് വേവിച്ചതല്ലേ, ഇറച്ചി വേവിച്ചതല്ലേ. എന്നിട്ട് അയിക്കനെ ഉള്ളി തോമിച്ച് കൊടുത്തിട്ട് ആ എണ്ണയിൽ ഉള്ളിൽ തന്നെ നല്ലോണം ഒന്ന് അരി വറുത്തെടുക്കുക. ഇങ്ങനെ നെയ്ച്ചോറ് വെക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ എണ്ണയിൽ നല്ലോണം നെയ്യിൽ അരി ഒന്ന് വറുത്തെടുത്തിട്ട് എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വെക്കുന്നവർ അങ്ങനെ ഉണ്ടാവില്ല. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോഴത്തേക്കിന് ഒരു കുരത്തിലായിന്. ടൈമൊക്കെ ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ തിളക്കാൻ പാടില്ല, വല്ലാതെ തിളക്കരുത്, വേഗം കടുക് വറുക്കാൻ വെക്കണം. പിന്നെ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്നിങ്ങനെ ചെറുങ്ങനെ ചൂട് കയറാനേ പാടുള്ളൂ. എന്നിട്ട് പിന്നെ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കണം ഞാൻ കേട്ടോ. പശു നെയ്യ് ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, നമ്മളാ വെല്ലുള്ളിയല്ല നമ്മൾ ഫസ്റ്റ് ഇട്ടേ, ഇത് ചെറിയ ഉള്ളി
നല്ലോണം നെയ്യിലെന്താക്കുക വറുത്ത ഇതും തന്നെ മുരി ഇങ്ങനെ ചോന്നതായി വരണ്ട. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇതാ മുന്തിരി ഇട്ട് കൊടുത്ത്. കാഷ്യൂനട്ട് ഈ പറയുമ്പോൾ ഞാൻ പറയാൻ മറന്നാണ്, കാഷ്യൂനട്ട് തേങ്ങാപ്പാൽ അരക്കുമ്പോൾ അതിൽ കൂട്ടീന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നവർ, അല്ലാത്തവർ ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും.